എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം സദ്യ സ്പെഷ്യൽ നല്ല ഫ്ലേവറോട് കൂടിയ രസം പൊടി തയ്യാറാക്കാം. ഇതെല്ലാമാണ് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് കാശ്മീരി മുളക് 20 എണ്ണം എടുത്തു, പച്ചമല്ലി 1.5 ടേബിൾ സ്പൂൺ എടുത്തു, കുരുമുളക് 2 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ, ഉഴുന്ന് 1.5 ടേബിൾ സ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, അതിനുശേഷം കായം 4 ചെറിയ കഷ്ണം, ജീരകം 1 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കണം. ആദ്യം ചീനച്ചട്ടി നല്ല ചൂടാക്കിയതിന് ശേഷം കായമിടാം. കായമിട്ട് ഇതുപോലെ വറുത്തെടുത്തു. എണ്ണ ചേർക്കാതെയാണ് വറുത്തെടുക്കുന്നത്. അതിനുശേഷം ഇതേപോലെ തന്നെ കടലപ്പരിപ്പ് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഉഴുന്നിടാം. അതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ചേർത്തു. അതിലേക്ക് തന്നെ നമ്മൾ ജീരകം കൂടെ ഇട്ടു. അത് വറുത്ത് കഴിഞ്ഞു. ഇനി കുരുമുളക് അതേപോലെ തന്നെ വറുത്തെടുക്കാം. ഇനി നമ്മൾ പച്ചമല്ലി ഇട്ടു. പച്ചമല്ലി, വറ്റൽമുളക് ഇതെല്ലാം ചെറിയ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ. ഇനി കറിവേപ്പില അതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതെല്ലാം ചൂട് പോകാൻ വെക്കാം. ചൂട് പോയതിന് ശേഷം മിക്സിയിൽ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ഉപ്പ് കൂടെ ഇതിൽ ചേർത്ത് പൊടിക്കാം. ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ രസപ്പൊടി തയ്യാറായി. ഈ രസപ്പൊടി കൊണ്ട് രസം ഉണ്ടാക്കുമ്പോൾ രസത്തിന് നല്ല ഫ്ലേവറും പിന്നെ ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ്. ഉപ്പ് ചേർത്ത് നമ്മൾ പൊടിക്കുന്നത് കൊണ്ട് കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കും. രസപ്പൊടി നമുക്ക് ഒരു ജാറിൽ, എയർ ടൈറ്റായ ജാറിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.